കേരളത്തിന്റെ വികസന കവാടത്തിലേക്ക് ചുവടുവെച്ച് തിരുവനന്തപുരം ജില്ലയിലെ കോവളം നിയമസഭാ മണ്ഡലം. അതിവേഗം വളരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടുന്ന കോവളത്ത് ടൂറിസം രംഗത്തടക്കം നിരവധി വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കോവളത്തിന്റെ വികസന കാഴ്ചകൾ നവകേരളം നവമുന്നേറ്റത്തിലൂടെ. തിരുവനന്തപുരം താലൂക്കിലെ ബാലരാമപുരം, കല്ലിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും നെയ്യാറ്റിൻകര താലൂക്കിൽ ഉൾപ്പെട്ട ബാലരാമപുരം, കാഞ്ഞിരംകുളം, കരിങ്കുളം, പൂവാർ, വിഴിഞ്ഞം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലമാണിത്. എം വിൻസെന്റാണ് നിലവിൽ കോവളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിന്റെ വികസന കവാടമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ പ്രവർത്തന പന്ഥാവിൽ റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ്. 2024 ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും 1 ലക്ഷത്തിൽ പരം കണ്ടെയ്നറുകൾ ഈ വർഷം മാർച്ചിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്തു. റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമായും പ്രാവർത്തികമാക്കി ചരക്ക് ഗതാഗതം സുഗമമാകുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് ലോകത്തിനു മുൻപിൽ വലിയ വികസന തേരോട്ടത്തിനാകും അത് സാക്ഷ്യം വഹിക്കുക. കേരളത്തിന്റെ വികസന ചക്രവാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ മാതൃകയിൽ വൻ വികസന പദ്ധതികൾക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞത്തിനെ മാറ്റാൻ കഴിയും. നമ്മുടെ രാജ്യത്തിനും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതായനമാണ് വിഴിഞ്ഞം തുറമുഖം. കോവളം മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളതും അത് തന്നെയാണ്. സംസ്ഥാനത്തിന് ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ഡലമായി കോവളം മാറിയത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി. വിഴിഞ്ഞം തുറമുഖ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളും 100 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അടക്കം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന മുന്നേറ്റത്തിനാണ് ബഡ്ജറ്റ് വഴിതെളിക്കുന്നത്. സിംഗപ്പൂർ, ദുബായ് തുറമുഖ മാതൃകയിൽ വിഴിഞ്ഞത്തെ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കാനുള്ള ലക്ഷ്യം ഇതിനായി ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണ പദ്ധതി അടക്കമുള്ള സർക്കാർ പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം മുതൽ തേക്കട വഴി ദേശീയപാത 66 നാവായിക്കുളം വരെ നീളുന്ന 63 കിലോമീറ്ററും തേക്കട മംഗലാപുരം വരെയുള്ള 12 കിലോമീറ്ററും ഉൾക്കൊള്ളുന്ന റിംഗ് റോഡ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക ഇടനാഴിയായി ഇത് മാറും. ഈ ഇടനാഴിയുടെ ചുറ്റുമായി വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും വിപുലമായ താമസ സൗകര്യങ്ങളും അടങ്ങുന്ന ടൗൺഷിപ്പുകളുടെ ശൃംഖല രൂപപ്പെടും. ഏകദേശം 5000 കോടി രൂപ ചെലവ് വരുന്ന വ്യാവസായിക ഇടനാഴിയുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നിലവിൽ 1000 കോടി രൂപ വകയിരുത്തി കഴിഞ്ഞു. ഈ സർക്കാർ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ ഏറ്റവും വലിയ പരിഗണനയാണ് കോവളം മണ്ഡലത്തിലെ വിഴിഞ്ഞത്തിന് ലഭിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളുടെ മാതൃകയിലുള്ള വികസന പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖമായി വിഴിഞ്ഞത്തിന് മാറാൻ സാധിക്കും. സമുദ്ര ഗതാഗതത്തിലെ 30-40% ചരക്ക് നീക്കം നടക്കുന്ന പാതയിലാണ് വിഴിഞ്ഞം പദ്ധതിയുള്ളത്. അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുമുള്ള
മേഖലയിൽ വിപുലമായ വ്യവസായ വാണിജ്യ കേന്ദ്രം വികസിക്കും. അനുബന്ധമായി നിർമ്മിക്കുന്ന റിംഗ് റോഡ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക ഇടനാഴിയായി മാറും. ഈ ഇടനാഴിയിലൂടെ ചുറ്റുമായി വാണിജ്യ കേന്ദ്രങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും താമസ സൗകര്യവും ഉൾപ്പെടെയുള്ള ശൃംഖല രൂപപ്പെടും. വ്യാവസായിക ഇടനാഴിയുടെ ഇരുവശത്തും താമസിക്കുന്ന ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി വ്യവസായ പാർക്കുകൾ, ലോജിസ്റ്റിക് സെൻ്ററുകൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുക്കും. സർക്കാർ, സ്വകാര്യ സംരംഭകർ, ഭൂമി ഉടമകൾ എന്നിവരുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കും. കോവളം അടങ്ങുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകൾ എക്സ്പീരിയൻഷ്യൽ വിനോദസഞ്ചാരത്തിനായി നീക്കിവയ്ക്കുന്നതിലും അത്തരം ലക്ഷ്യസ്ഥാനങ്ങളെ ലോകോത്തര ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിലും സർക്കാർ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന കോവളം മണ്ഡലത്തിൽ ടൂറിസം പദ്ധതികൾക്കായി മാത്രം കോടികളാണ് LDF സർക്കാർ അനുവദിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽത്തീരങ്ങളിലൊന്നായ കോവളവും സമീപ തീരങ്ങളും നവീകരിക്കുവാനും തീരസംരക്ഷണം ഉറപ്പുവരുത്തുവാനും വേണ്ടി 99 കോടി രൂപയുടെ പദ്ധതികളാണ് LDF മന്ത്രിസഭ അനുമതി നൽകിയത്. ഹൗവ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച് എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം, സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് നവീകരണം, കോർപ്പറേഷൻ ഭൂമി വികസനം, കോർപ്പറേഷൻ ഭൂമിയിലേക്കുള്ള യാത്രാ സൗകര്യം, IB ബീച്ചിലേക്കുള്ള യാത്രാ സൗകര്യ വികസനം, IB ബീച്ചിൻ്റെയും അടിമലത്തുറ ബീച്ചിൻ്റെയും അതിർത്തി നിർണ്ണയം, തെങ്ങിൻ തോട്ട ഭൂമി ഏറ്റെടുക്കൽ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ. ഈ പുതിയ ടൂറിസം വികസന തന്ത്രത്തിന്റെ ഒരു പ്രത്യേക സവിശേഷത കോവളം ഉൾപ്പെടെ 7 ടൂറിസം ഇടനാഴികളെ കണ്ടെത്തി എന്നതാണ്. തീരദേശ ശൃംഖല ഇടനാഴി, തീരദേശ ഹൈവേ ഇടനാഴി, ജലപാത കനാൽ ഇടനാഴി, ദേശീയപാത ഇടനാഴി, ഹെലി ടൂറിസം, ഇടനാഴി ഹിൽ, ഹൈവേ ഇടനാഴി, റെയിൽവേ ഇടനാഴി എന്നിവയാണ് ടൂറിസം ഇടനാഴികൾ. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമായി കൈകോർത്ത് ഇവ വികസിപ്പിക്കാനാണ് പദ്ധതി. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വീണ്ടും കോവളം കുതിച്ചുയരും. മുതലപ്പുഴി മാസ്റ്റർ പ്ലാനിനായി 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും മാനവശേഷി വികസനത്തിനും നബാർഡ് RIDF വായ്പാ സഹായത്തോടെ നടത്തുന്ന സംയോജിത തീരദേശ വികസന പദ്ധതിയുടെ പ്രവൃത്തികൾക്കായി കോടിക്കണക്കിന് രൂപ സർക്കാർ ഈ കാലയളവിൽ വകയിരുത്തുന്നത്. കൂടാതെ മണ്ഡലത്തിലെ വിവിധ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മണ്ണ് നീക്കലിനും മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കുമടക്കം വലിയ കരുതൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. പുതിയ സബ്സ്റ്റേഷനുകൾ, ലൈനുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി ഉയർത്തുന്നതിനും പ്രസരണ മേഖലയിലെ വിവിധ പ്രവൃത്തികൾക്കുമായി സർക്കാർ കോടികൾ വകയിരുത്തിയപ്പോൾ വിഴിഞ്ഞം ആഴാകുളത്തുള്ള ഇൻസുലേറ്റഡ് 220K സബ്സ്റ്റേഷനായി മാത്രം 99 കോടി രൂപ ചെലവിൽ പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞു. ജില്ലയിലെ ആദ്യത്തെ 220 kV ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനാണ് വിഴിഞ്ഞം ആഴാകുളത്ത് പൂർത്തിയാക്കിയത്. GIS ആയതിനാൽ തന്നെ വളരെ കുറച്ച് സ്ഥലത്താണ് നിർമ്മാണം. പോത്തങ്കോട്, കാട്ടാക്കട എന്നിവിടങ്ങൾ കഴിഞ്ഞാൽ ജില്ലയിൽ KSEBയുടെ മൂന്നാമത്തെ 220 kV സബ്സ്റ്റേഷനാണിത്. 220 kVയുടെ 100 AVM ശേഷിയും 110 kVയുടെ 20 AVM ശേഷിയുമുള്ള 2 വീതം ട്രാൻസ്ഫോമറുകളാണ് പദ്ധതിയിലൂടെ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചത്. മണ്ഡലത്തിലെ റോഡ് ഗതാഗത മേഖലയ്ക്കായി വലിയ കരുതൽ സർക്കാർ നൽകിയിട്ടുണ്ട്. കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള കളയിക്കവിള ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 98 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കരമന കളയിക്കവിള റോഡ് വികസനമാണ് മറ്റൊന്ന്. കരമന കളയിക്കവിള പാത വികസനത്തിന് 98 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള പാത വികസനത്തിനായി പണം അനുവദിച്ചത്. കരമന കളയിക്കവിള റോഡ് വികസനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള
1.6 കിലോമീറ്റർ ദൂരം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി തുടങ്ങി. വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂവാർ, KNM ഗവൺമെന്റ് കോളേജ് കാഞ്ഞിരംകുളം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മണ്ഡലത്തിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. വെള്ളായണിയിലുള്ള അയ്യങ്കാളി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ ഉൾപ്പെടെയുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ നടത്തിപ്പിന് 13 കോടി രൂപ സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വെള്ളായണി കായൽ നവീകരണത്തിനായി 96.5 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കായലിൻ്റെ ആഴം കൂട്ടുന്നതിനും കൈത്തോടുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും കായലുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിനും ഉള്ളതാണ് പദ്ധതികൾ. കായലിൻ്റെ ആഴം കൂട്ടുന്നതിനും കൈത്തോടുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും കായലുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം വികസിപ്പിക്കുന്നതിനുമാണ് പദ്ധതി. കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി നീക്കം ചെയ്തു തടാകത്തിൻ്റെ ആഴം കൂട്ടും. ഇതുവഴി കൂടുതൽ ജലം ഉൾക്കൊള്ളും. കായലിൻ്റെ ഇരുവശങ്ങളിലും ഭിത്തി ഇടിയുന്നതും തടയാനും കരിങ്കൽ ഭിത്തി കെട്ടാനുമുള്ള നടപടികളും സ്വീകരിക്കും. കായലിൻ്റെ പ്രധാന സ്രോതസ്സുകളായ 64 കൈത്തോടുകളും കണ്ടെത്തി പുനരുജ്ജീവിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഇതിനു പുറമെ കായലിലെ ജലം മലിനമുക്തമാക്കുവാനും തുക നീക്കിവെച്ചിട്ടുണ്ട്. വ്യവസായം, ടൂറിസം, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് കോവളം മണ്ഡലത്തിലെങ്ങും കാണാനാവുക. വികസനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് യാത്ര തുടരുന്ന മണ്ഡലമാണ് കൊല്ലം. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ കൊല്ലം ബൈപ്പാസിൻ്റെ തുടർച്ചയെന്നോണം ഈ മണ്ഡലം ഇപ്പോൾ അനുഭവിച്ചറിയുന്നത് വികസനത്തിൻ്റെ സുവർണ സ്വപ്നങ്ങൾ. കൊല്ലത്തിൻ്റെ വികസന നേട്ടങ്ങളുമായി നവകേരളം നവമുന്നേറ്റം. ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിലേക്കെത്തിയ കൊല്ലത്തിന്റെ ജനനായകനായ M. മുകേഷാണ് കൊല്ലം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. കൊല്ലത്തിന്റെ വിപ്ലവച്ചൂരിൽ നിന്നാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഭരണം LDF കരങ്ങളിലേക്ക് എത്തിയതെന്ന് നിസ്സംശയം പറയാം. തീരദേശ മേഖലയും ജില്ലാ ആസ്ഥാനവും ജില്ലയിലേക്കുള്ള പ്രവേശന ഇടനാഴിയുമൊക്കെ ചേർന്ന ഒരു ബൃഹത് ഭൂമിയാണ് കൊല്ലത്തിൻ്റേത്. അതുകൊണ്ടുതന്നെ കൊല്ലം ഇപ്പോൾ നേരിടുന്ന ഈ വികസന നേട്ടങ്ങളിലും പ്രകടമാകുന്നത് ഈ ബഹുസ്വരതയുടെ ചിത്രങ്ങളാണ്. വികസനം, ക്ഷേമം, സുതാര്യം മുൻനിർത്തി കഴിഞ്ഞ 4 വർഷക്കാലം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയും തന്നെ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഈ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് 25ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് 25 വർഷക്കാലവും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെല്ലാം ഈ നേട്ടം പകൽ പോലെ വ്യക്തമാണ്.
പ്രധാനമായും ആരോഗ്യമേഖലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മാത്രം ചെലവഴിച്ചത് 104 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഈ നവീകരണ പദ്ധതിയുടെ തുടർച്ചയെന്ന വണ്ണം ഈ സർക്കാർ കൊല്ലം ജില്ലാ ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിൽ പ്രവർത്തന സജ്ജമാക്കി എന്നതാണ് ജില്ലാ ആശുപത്രിയുടെ സൗകര്യ ചികിത്സാ രീതിയിലെ മാറ്റങ്ങൾക്കൊപ്പം മണ്ഡലത്തിന്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ മെച്ചപ്പെടുത്തിയത്. സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഒരു സ്പോർട്സ് ഹബ്ബ് തന്നെയാണ്. നമുക്കറിയാം ലാൽ ബഹദൂർ സ്റ്റേഡിയം, അതുപോലെ നമുക്കിപ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ 3 ഏക്കർ ഭൂമി ഇൻഡോർ സ്റ്റേഡിയം ഒളിമ്പ്യൻ സുരേഷിൻ്റെ നാമധേയത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തു. അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നമുക്ക് കോവിഡ് വന്നതിന് ശേഷം പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന കാട് പിടിച്ചു കിടന്ന ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നിന്ന് മനോഹരമാക്കിക്കൊണ്ട് സിന്തറ്റിക് ട്രാക്കും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷൻ നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നല്ല പവലിയൻ അടക്കം നിർമ്മിച്ചുകൊണ്ട് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ധനകാര്യ വകുപ്പ് മന്ത്രിയും പ്രത്യേക ഒരു ഇളവ് വെച്ച് പ്രത്യേകമായിട്ട് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള അവിടെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിനിയിപ്പം അവിടെ ആവശ്യമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികളും പ്രാരംഭഘട്ടത്തിലാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിന്റെ ഒട്ടുമിക്ക പൊതുവിദ്യാലയങ്ങളും മികവിന്റെ രാജ്യാന്തര കേന്ദ്രങ്ങൾക്ക് സമാനമായി മാറിക്കഴിഞ്ഞു. ഇതിൽ ഹൈടെക് സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അഞ്ചാലമോട് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ളവ കേരള മാതൃകയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികൾ, ഓഫീസ് റെസ്റ്റ് റൂമുകൾ, ആധുനികവും ഭിന്നശേഷി സൗഹൃദവുമായതടക്കമുള്ള ശുചിമുറികളുമൊക്കെ മിക്ക വിദ്യാലയങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ മാറ്റങ്ങൾ, ഹൈടെക് വിദ്യാലയങ്ങൾ, വർണ്ണക്കൂടാരങ്ങൾ, പ്രഭാത ഭക്ഷണം, കുഞ്ഞുങ്ങൾക്ക് ആവശ്യം, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ആവശ്യം ഇൻസിനറേറ്റർ, വാട്ടർ പ്യൂരിഫയർ, അവർക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും, അവർക്ക് എന്തൊക്കെയാണോ SPC കുട്ടികൾക്ക് ആവശ്യമായിട്ട് പോഷകാഹാരങ്ങൾ, അതുപോലെ മറ്റ് ഭിന്നശേഷിക്കാരെ കുട്ടികൾക്കുള്ള പുതിയ ബഡ് സ്കൂളുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ആ വിദ്യാഭ്യാസ മേഖലയിൽ കഴിയാവുന്നതിന് പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അത് ഞങ്ങൾക്ക് ചെയ്ത് നാടിന് സമർപ്പിക്കാൻ ശ്രമിച്ചു. വിവിധ സ്കൂളുകൾ ഏറ്റവും മനോഹരമാക്കി. ഒരു പട്ടണത്തെ സംബന്ധിച്ച്, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ നല്ല വൃത്തിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 7 ദശാബ്ദക്കാലങ്ങളായി കുരിപ്പുഴയിൽ കെട്ടിക്കിടന്ന മാലിന്യം ബയോ മൈനിങ്ങിലൂടെ നീക്കിക്കൊണ്ട് കേരളത്തിന് തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് ഞങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തിൻ്റെ MLAയും ഇരവിപുരത്തിൻ്റെ MLAയും അതുപോലെ നമ്മുടെ ചവറയുടെ MLAയും എല്ലാം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് 1,04,000 ക്യൂബിക് മീറ്റർ വേസ്റ്റാണ് ഞങ്ങൾ അവിടെ നിന്ന് നീക്കിക്കൊണ്ട് അവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിക്കൊണ്ട് ഇന്നിപ്പോൾ 10,000 ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയുന്ന IT പാർക്ക് അടക്കം വരുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. വീടില്ലാത്തവന് വീട് കൊടുക്കുന്നു, ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പരിഗണനത്തെ മിഷനുകൾ ഒന്നാണ് ലൈഫ് മിഷൻ. ആ ലൈഫ് മിഷനിൽ വീടില്ലാത്ത ഏതാണ്ട് 7,000-ഓളം പേര് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ അപേക്ഷ നൽകിയിരുന്നു. അല്ലാണ്ട് 6,715 പേർക്കും അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2 ഭവനരഹിതർ, ഭൂരഹിതരായിട്ടുള്ള 1000 പേർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കുന്നതിന് സാധിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലാറ്റുകളിൽ താമസിച്ച, അതായത് നമ്മുടെ QSS കോളനി, നിങ്ങളത് പോയി കാണണം. അതിനകത്ത് നമ്മുടെ MLA നടത്തിയിട്ട പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളില്ലാത്ത 174 കുടുംബങ്ങളാണ് അവിടെ പുനരധിവസിപ്പിച്ചത്. റോഡ് വികസനത്തിലും എണ്ണം പറഞ്ഞ പുരോഗതിയാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്.
ദേശീയപാത 66 2 റീച്ചുകളിലായി പ്രവർത്തനം പുരോഗമിച്ച് അന്തിമഘട്ടത്തിലാണ് എത്തിയിട്ടുള്ളത്. മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഗ്രാമീണ റോഡുകളുടെയും തീരദേശ റോഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായത് മണ്ഡലത്തിന്റെ യാത്രാ ദുരിതങ്ങൾക്ക് അറുതി നൽകിയിട്ടുണ്ട്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഏത് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് കാണിച്ചു തരുവാൻ നമുക്ക് ജനങ്ങളോട് പറഞ്ഞാൽ ഇന്ന് ഇടവഴികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇൻ്റർലോക്ക് ഇടാനും അതിപ്പോൾ ഈ വർഷത്തെ പദ്ധതികൾ പരിശോധിക്കുമ്പോൾ അറിയാം, നമുക്കൊന്നുള്ള പ്രോജക്റ്റ് പരിശോധിക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് അതിന് മുമ്പ് ഇരുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷനിലെ കൗൺസിലടക്കം നടത്തിയ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലടക്കം MLA-മാരടക്കം നടത്തിയ വലിയ പ്രവർത്തന ഫലമായി കൊല്ലം കോർപ്പറേഷനിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും നമുക്കത് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലം മണ്ഡലത്തിൽ ഏറെ ഗതാഗത കുരുക്കുകൾ നേരിടുന്ന കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. ഞാങ്കട കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊല്ലം കോർപ്പറേഷൻ 104 കോടി രൂപ കൊല്ലം കോർപ്പറേഷനും 227 കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. കിഫ്ബി വഴി 235 കോടി, അങ്ങനെ ആകെ 566 കോടി രൂപയാണ്. ഈ അമൃത് വഴിയുള്ള 227 കോടി എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ചടയ്ക്കേണ്ട പൈസയാണ്. അപ്പോൾ അതും കോർപ്പറേഷൻ്റെ തന്നെയാണ്. അത് നമ്മൾ പലിശ സഹിതം തിരിച്ചടയ്ക്കുകയാണ്. അപ്പോൾ 566 കോടി രൂപയാണ് അമൃത് പദ്ധതി അടക്കം നമ്മൾ ഈ ഞാങ്കട കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഞാങ്കട കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്ത് ഈ വർഷത്തെ കൗൺസിലിന് കൊടുക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര പുരാതന തുറമുഖ നഗരമാണ്. ആ തുറമുഖ നഗരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആദ്യത്തെ തുറമുഖ നഗരം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചതാണ്. അതുപോലെ ആദ്യത്തെ വിമാനത്താവളം, കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ആശ്രാമത്താണ്. അങ്ങനെ ഒരുപാട് പഴയ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് വികസനങ്ങളിൽ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ഇനിയും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗത മേഖലകൾ, ആ വ്യവസായങ്ങൾ തകർന്നടിയുമ്പോൾ നമുക്കിനി അനന്തമായ സാധ്യത ടൂറിസത്തിനാണ്. ഇപ്പോൾ വാട്ടർ മെട്രോ ഞാൻ വിട്ടുപോയ കാര്യമാണ്. നമ്മളൊരു മഹാനഗരമാക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതയുടെ വികസനം കൊല്ലം കോർപ്പറേഷൻ്റെ മേപ്പറം മുതൽ ശക്തികുളങ്ങര കാവനാട് വരെയുള്ള ഭാഗത്ത് നല്ല മനോഹരമായിട്ടുള്ള റോഡുകൾ വരികയാണ്. അല്ല വാട്ടർ മെട്രോ നമ്മളിങ്ങനെ ഈ ശുചീകരണത്തിന് ശേഷമാണ് നമ്മളിത് കൊച്ചിൻ മെട്രോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാറ്റ്പാക്കിൻ്റെ വരെ അവർ കൊണ്ടുവന്ന് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇന്ന് ഇന്ത്യയിലെ 16 ലൊക്കേഷൻ എടുത്തപ്പോൾ കൊല്ലം അഷ്ടമുടിയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്നത് തീരുമാനിക്കുകയും കൊല്ലത്തും വാട്ടർ മെട്രോ വരും, യാതൊരു സംശയം വേണ്ട. ഈ നഗരത്തെ ഒരു മഹാനഗരമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കൗൺസിലിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതിന് മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിൽ അംഗങ്ങളോടും അതുപോലെ അതിനെല്ലാം ഉപരിയായിട്ട് ഇതിന് ആവശ്യമായ ഫണ്ടെല്ലാം അനുവദിച്ച് നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും നമ്മുടെ ധനമന്ത്രിക്കും എല്ലാം പ്രത്യേകം അതിന് ഞങ്ങളോടൊപ്പം ഈ അവസരം നൽകിയിട്ടുള്ള കൊല്ലം പൗരാവലിയോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ്. കേരളത്തിൻ്റെ വികസന പടവിൽ ചരിത്രത്തിൽ ഇടം നേടിയ കർമ്മ പദ്ധതികളാണ് കൊല്ലം മണ്ഡലത്തിൽ നടപ്പായത്. വികസനത്തിൻ്റെ നവമുന്നേറ്റ മാതൃകയാണ് കൊല്ലം മണ്ഡലത്തിൽ ദൃശ്യമാവുന്നത്.